ഇപ്പം നമ്മൾ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത് കുറച്ചുകൂടി മനസ്സിലായി കാണുമല്ലോ. ഇന്നലെ അത് ഷൂട്ട് ചെയ്തപ്പോൾ തിരിഞ്ഞു പോയി, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴും ശ്രദ്ധിച്ചു, എഡിറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തു. അപ്പൊ അത് ശ്രദ്ധിച്ചില്ല, ഞാൻ റൊട്ടേറ്റ് ചെയ്താൽ കിടന്നേ. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് മനസ്സിലായോ അത് കണ്ടിട്ട്? ഒന്ന് കമന്റ് ചെയ്യോ, റിപ്ലൈ ചെയ്ത്. പറയുന്ന കേൾക്കാമോ? കേൾക്കാം. മനസ്സിലായായിരുന്നോ? വീഡിയോ കണ്ടിട്ട് മനസ്സിലായായിരുന്നോ? മനസ്സിലായി സാർ. ലെന എന്ന് റിപ്ലൈ ചെയ്യുന്നുണ്ട്. ലെന ഏതാ ക്ലാസ്? CS-ആ? സൈബറാ? സൈബർ സെക്യൂരിറ്റി സാർ, സൈബർ സെക്യൂരിറ്റി. Edu, can you hear me? Edu? Edu കേൾക്കാമോ? Edu കൃഷ്ണൻ കേൾക്കാമോ? ഓഡിബിൾ അല്ലല്ലോ Edu, ലൗഡായിട്ട് പറഞ്ഞു. കേൾക്കാം സാർ. ഓക്കെ. ഇന്നലെ ലാസ്റ്റ് എവിടെ പോയി? അറ്റൻഡൻസ് എടുത്തപ്പോ Eduവിനെ കണ്ടില്ല ഇന്നലെ. ഉണ്ടായിരുന്നു സാർ. ഞാൻ അറ്റൻഡൻസ് വിളിച്ചപ്പോ നീ പറഞ്ഞില്ല, ഞാൻ പിന്നെ നിന്നെ കണ്ടൊരു ഓർമ്മയില് അറ്റൻഡൻസ് ഇട്ടത്. നമ്മൾ 59 പേരുണ്ടായിട്ട് 46 പേരെ ഒരു ജോയിൻ ചെയ്തു. 46. ഓക്കെ. ഓക്കെ, 50 പേരായി. ഓക്കെ, സോ
ഹലോ സാർ, കേൾക്കാമോ സാർ? സാർ മ്യൂട്ടാണ് സാർ. സോറി, മ്യൂട്ട് ആയിരുന്നല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ല. താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. സോ ഇതുപോലെ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്, പറഞ്ഞു തന്നാൽ മതി. സോ ആദ്യം തൊട്ട് മൂലം പറയാം. സോ ഇൻ ദ ഫസ്റ്റ് പോർഷൻ ബോത്ത് എച്ച് പി ആൻഡ് വി പി ഇസ് എച്ച് പി എന്ന് പറയുന്നത് ബിലോ എക്സ് വൈ ലൈൻ, അതായത് ഇവിടെ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഹിയർ പ്ലെയിൻ ഗോസ് ഡൗൺ. വെൻ പ്ലെയിൻ ഗോസ് ഡൗൺ ദ എച്ച് പി വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ ആൻഡ് വി പി എന്ന് പറയുന്നത് ഈ എബവ് എക്സ് വൈ ലൈനിന് മുകളിലായിരിക്കും വി പി എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് ഇവിടെ when one side of the HP rotates, ഈ സൈഡിലെ HP മുകളിലേക്ക് പോകും. So both HP and VP, ഇവിടുത്തെ ഈ HP and both VP, this HP and this VP, this VP and this HP will be above XY line in the case of second quadrant. In case of third quadrant, HP will be above XY line and VP will be below XY line. In the fourth quadrant, both HP and VP will be below XY line. സോ ഈ ഇൻഫർമേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞതെന്നുള്ളത്. ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ എച്ച് പിയുടെ വി പിയുടെ പൊസിഷൻ എവിടെ, സെക്കൻഡിലാണെങ്കിൽ എച്ച് പിയുടെ വി പിയുടെ പൊസിഷൻ എവിടെ, തേർഡിലാണെങ്കിൽ എച്ച് പിയുടെ വി പിയുടെ പൊസിഷൻ എവിടെ, ഫോർത്തിലാണെങ്കിൽ എച്ച് പിയുടെ വി പിയുടെ പൊസിഷൻ എവിടെ എന്നുള്ളത് ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടർ, എച്ച് പി വിൽ ബി below XY line, HP will be below XY line and VP will be above XY line. In the second quadrant, both HP and VP will be above XY line. In the third quadrant, HP will be above XY line, VP will be below XY line. And in the fourth quadrant, both HP and VP will be both HP and VP will be so both HP and VP will be below XY line in the fourth quadrant. So this is what we have studied the last class. So this is the position of VP above HP and in front of VP. That means above HP and this is front view on above HP and front above HP and front view on. This is above HP. Sorry. This front view ആണ്, ഇതും ഫ്രണ്ട് വ്യൂ ആണ്, ഇതും ഫ്രണ്ട് വ്യൂ ആണ്, ഇതും ഫ്രണ്ട് വ്യൂ ആണ്. സോ എനിത്തിങ് വിത്ത് റെസ്പെക്ട് ടു എച്ച് പി എന്ന് പറയുന്നത് ഇസ് ഫ്രണ്ട് വ്യൂ. എല്ലാ എച്ച് പിയിലെ റെസ്പെക്ട് ചെയ്യുന്ന പറയുന്ന എല്ലാം ഫ്രണ്ട് വ്യൂ ആണ്. ഇതെല്ലാം ടോപ്പ് വ്യൂ ആണ്. സോ ഇതെല്ലാം ടോപ്പ് വ്യൂ. സോ ദിസ് ഇസ് ഓൾസോ ടോപ്പ് വ്യൂ. So this is also top view. So ഇതെല്ലാം ടോപ്പ് വ്യൂ ആണ്. സോ എബോ ഇതാണ് നമ്മൾ പറഞ്ഞത് എബോ എക്സ് വൈ ലൈൻ. സോ ഈ എബോ എക്സ് വൈ ലൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിൽ ആണെങ്കിൽ ഇത് വി പിയിലും എബോ എക്സ് വൈ ലൈൻ ഇസ് ഇൻ വി പി ആൻഡ് ടോപ്പ് വ്യൂ ബിലോ എക്സ് വൈ ലൈൻ ഇത് എച്ച് പി ആണ്. എച്ച് പി എക്സ് വൈ ലൈനിന്റെ താഴെയും ഇത് എച്ച് പി, ഇവിടെ ബോത്ത് എബോ എക്സ് എക്സ് ഇത് വി പി, ഇത് എച്ച് പിയും, ഇത് രണ്ടും എബോ എക്സ് വൈ ലൈൻ ആണ്. ഇവിടെ ആകുമ്പോൾ ബിലോ എക്സ് വൈ ലൈൻ വി പി, ഇത് എച്ച് പി ആവും. ഈ ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ളത്, ഫസ്റ്റും തേർഡും തമ്മിലുള്ളത് നോക്കി, ഇത് രണ്ടും നോക്കി, ജസ്റ്റ് തിരിഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ എബോ എക്സ് വൈ ലൈൻ ആണ് വി പി, ഇവിടെ ബിലോ എക്സ് വൈ ലൈൻ ആണ് വി പി. ഇവിടെ വരുമ്പം ബിലോ എക്സ് വൈ ലൈൻ ആണ് എച്ച് പി, ഇവിടെ വരുന്നത് എബോ എക്സ് വൈ ലൈൻ ആണ് എച്ച് പി. ഇവിടെ രണ്ടും ഇത് വി പിയും ഇത് എച്ച് പി. സോ ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. ഇനി ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇനി ഇവിടെ ഞാൻ ഈ എഴുതിയിടാൻ പോകുന്നത്.
സോ ഇതൊന്ന് നിങ്ങൾ എഴുതിയെടുക്കണം. ഇതാണ് ഞാൻ ഇപ്പൊ ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രീവിയസ് സ്ലൈഡ്സിൽ what I have described in previous slides all are here. So anything with respect to HP will be on VP. Anything with respect to VP will be on HP. അതേപോലെ നമ്മൾ ഇതാണ് നമ്മൾ ആദ്യം പ്രീവിയസ് പഠിച്ചത്. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എവിടെയാണ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ will be on the VP and top view will be on HP. Like that in the second quadrant also. In the second quadrant also, if the point B is here, B dash will be here and B. So this is the top view and this is the front view. So idana front view nu parayunnathu, idana top view nu parayunnathu. Third quadrant il C undengil C will be here, C dash will be here, and if a point D is here, D dash will be here and D will be here. So ella top views evade kittiyirunnu nokki, ella top views D aanengilum C aanengilum B aanengilum A aanengilum all top views are in HP, and all front views A dash, this is another front view D dash, this is another front view C dash, and this is another front view B dash. All front views are in VP. ഇത് നിങ്ങളൊന്ന് കാണാതെ പഠിക്കുക. All front views will be always in VP and all top views will be always on HP. ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക ഈ ഒരു സെന്റൻസ്. All front views will be always on HP. Please note it down. All front views will be always in VP and all top views will be always on HP. So please note it down this sentence. All top views will be always on HP and all front views will be always on HP. So other നിങ്ങൾ ഒരു നോട്ട് ഡൗൺ ആയിട്ട് എഴുതി വെക്കുക. ഇതൊരു ഷോർട്ട് ആണ്, നമ്മൾ ഇമാജിൻ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതിന് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ആർ ജസ്റ്റ് റിമെമ്പറിംഗ് ദിസ് ടേംസ്. All top views will be always on HP, always on HP, Sir, and all front views will be VP. always Okay. on VP. And പിന്നെ ദേ താഴെ എഴുതിയേക്കുന്ന സെന്റൻസ്, all front views are named as, ഇവിടെ ഒരു ആറ് കിടക്കട്ടെ. All front views are named as A dash. Dash it, that is with the dash. Front views നമ്മൾ നെയിം ചെയ്യുന്നത് dash ഇട്ടും, top views നെയിം ചെയ്യുന്നത് dash ഇടാതെ. All top views are named as A, that is without dash. Without dash നെയിം ചെയ്യുന്നത് top views ഉം with dash നെയിം ചെയ്യുന്നത് front views ആണ്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? All top views will be on HP and all front views on VP. ഇവിടെ നോക്കി ഫ്രണ്ടിൽ നിന്ന് നടക്കുന്ന ആ A dash, അതായത് ഫ്രണ്ട് വ്യൂസ് നമ്മൾ ഡാഷ് ഇട്ടാണ് നെയിം ചെയ്യുന്നത്. ഓൾ ഫ്രണ്ട് വ്യൂസ് ഓൺ VP ആണ്. എല്ലാ ഫ്രണ്ട് വ്യൂസും VP അല്ല വന്നിരിക്കുന്നത്. All front views on VP, all top views on HP, and all top views are named as without dash and all front views named with a dash. And ഇവിടെ ഇനി എഴുതിയിരിക്കുന്നത് എഴുതുക, anything with respect to HP will be on VP. അതായത് above HP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ height, this is above HP. See, just a minute. So this is above HP. This is above HP. This is in front of VP. അതല്ലേ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് this is in front of VP. ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എവിടെയാണ്? സോറി,
ഇതാണ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി ഡിസ്റ്റൻസ്. അത് എവിടെയാണ് നിങ്ങൾക്ക് കാണുന്നത്? വി പി റെസ്പെക്ട് ചെയ്ത് യു ക്യാൻ സി അറ്റ് എച്ച് പി. സോ ആ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ദിസ് ഡിസ്റ്റൻസ് യു ക്യാൻ സി അറ്റ് എച്ച് പി ആൻഡ് ദിസ് ഈസ് എ ഹൈറ്റ് വിത്ത് റെസ്പെക്ട് ടു ദിസ് വൺ. So that is above HP. So anything with respect to HP will be on VP. Anything with respect to VP will be on HP. അതാണ് ഈ എഴുതിയിരിക്കുന്ന സെന്റൻസ്. അതൊന്ന് എഴുതിയെടുക്കുക. Then ഈ ഫിഗേഴ്സും ഒന്ന് വരയ്ക്കുക. ഈ ഫിഗേഴ്സ് പറയുന്നതാണ്. സോ നമുക്കറിയാം ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ബ്ലൂ എഴുതിയേക്കുന്ന കാണാമോ? നിങ്ങൾ ഫോണിൽ കാണുന്നവര് ഫോൺ ഫുൾ സ്ക്രീനിലാക്കിയിട്ട് കാണണേ. സോ ഈ എഴുതിയിരിക്കുന്നതാണ്. ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ ഞാൻ ആ നേരത്തെ പറഞ്ഞില്ലേ, above XY line, below XY line, above both. Second quarterലാണെങ്കിൽ VP will be both VP and HP will be above XY line. In the third quadrant, HP will be above XY line and VP will be below XY line. And in fourth quadrant, HP and VP will be below XY line. ഇത് ജസ്റ്റ് ഒരു സ്കീമാറ്റിക് ഡയഗ്രാം പോലെ വരച്ചിട്ടേക്കുന്നതാണ്. ഇതൊന്ന് വരച്ചെടുക്കുക. അതിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങളുടെ പഴയ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു സ്കീമാറ്റിക് ഫിഗേഴ്സിൽ വരച്ചിട്ടേക്കുന്നതാണ്. ഈ യെല്ലോയിൽ വരച്ചിട്ടേക്കുന്നത്, ഈ ബ്ലൂയിൽ വരച്ചിട്ടേക്കുന്നത് ഒന്ന് എഴുതിയെടുക്കുക. സർ ഫെയർ നോട്ട്സിലല്ലേ സർ? എന്തോ? ഫെയർ നോട്ട്സിലല്ലേ എഴുതേണ്ടത്? ഫെയർ നോട്ട്സിൽ നമ്മൾ നോർമൽ പോർഷൻസ് പഠിച്ചു തുടങ്ങി. ഇതെല്ലാം ഫെയർ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സർ. ഈ ഫസ്റ്റിലുള്ള ഇത് വരയ്ക്കണ്ട, ഇത് വേണ്ട, ബാക്കിയുള്ളത് മാത്രം. കഴിഞ്ഞോ? നിങ്ങൾ കമന്റ് ചെയ്ത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. പ്ലീസ് റിപ്ലൈ. Yes, sir. Okay. So ഇതൊക്കെയാണ് നമ്മൾ
ഞാൻ ഇപ്പൊ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് ടോപ്പ് വ്യൂസ് എല്ലാം എ എന്ന് നെയിം ചെയ്യും, ഫ്രണ്ട് വ്യൂസ് എ ഡാഷ് എന്ന് നെയിം ചെയ്യും, സൈഡ് വ്യൂസ് എ ഡബിൾ ഡാഷ്. അതിപ്പോ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന നമുക്ക് ഫ്രണ്ടും ടോപ്പും മാത്രം പഠിച്ചാൽ മതി. സോ ഫ്രണ്ട് വ്യൂസും ടോപ്പ് വ്യൂസ് ആർ നെയിംഡ് ആസ് എ ആൻഡ് എ ഡാഷ്. ഇനി ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ടേംസിലാണ് ഇതിനൊക്കെ നമ്മൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഇൻ സിവിൽ ടേംസിൽ പറയുകയാണെങ്കിൽ ദിസ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് പ്ലാനും ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എലിവേഷനുമാണ്. അല്ല, ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് പ്ലാനും ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എലിവേഷനുമാണ്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എലിവേഷൻ ആൻഡ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് പ്ലാൻ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ടോപ്പ് വ്യൂ ഇസ് നോൺ ആസ് പ്ലാൻ ആൻഡ് ഫ്രണ്ട് വ്യൂ ഇസ് ഓൾസോ നോൺ ആസ് എലിവേഷൻ എന്നുള്ളത്. സോ നൗ വി ആർ ഗോയിങ് ടു അവർ പോർഷൻ. നമ്മൾ പോർഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. With the different projection of points. Projection of points are starting. A point A is placed in different quadrants, with, and its FV means front view, TV means top view, are brought in the same plane for the observer to see clearly. FV front view is visible as its views on VP, but top view is on view on HP, and it is rotated downwards 90 degree in clockwise direction. The in front of part of HP comes below XY line, and behind VP comes above XY line, and observer and so നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. In the first quadrant, a point A is in above XY line and somewhat distance in front of VP, above HP and in front of VP. അല്ലേ? So നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് പറയുകയാണെങ്കിൽ, so this distance, this is above HP, and this is in front of VP. This is above, in front of VP, and this is above HP. So അതാണ് പറഞ്ഞിരിക്കുന്നത്. So this is in front of VP and above HP. Then നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആവുമ്പോഴത്തേക്കും this plane will be, this HP will be rotating in clockwise direction. If this HP is rotating in clockwise direction at 90 degree, through 90 degree, then HP will be comes right below this line. So ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ, എയുടെ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ we name it as A dash, since ഈ ഫ്രണ്ട് എന്നുള്ള ഡയറക്റ്റ് പോയിന്റ് നമ്മൾ ഇങ്ങോട്ട് എടുക്കണം. അതായത് ഇവിടെ if this is 30, this will be also 30. If this is 40, this will be also 40, and this also will be 40. This 40 means we have already studied that all the dimensions will be in mm. So if 40 means this is 30 means 30 mm, 40 means 40 mm. So all the dimensions are in millimeters. So 40 mm Mari will get B here. So that way when we will rotate the B, we will be here. Sorry, B alla, sorry, the A thaneyanu, point B. A, and this is also A. So A will be getting here. So in the second quadrant, both HP and VP will be above XY, right? So ഈ പോയിന്റ് ആണ് XY എന്ന് പറയുന്നത്. അത് 90 ഡിഗ്രിയിൽ നമ്മൾ കാണുന്നതുകൊണ്ട് a line will be seeing, when നമ്മളൊരു നമ്മുടെ കണ്ണിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ what we can see is as a only a point. A line, if it is perpendicular to our vision, then that line will be appeared as a point, not as a line. If it is inclined or it is parallel to your vision or your eye, it will, then only it will be appearing as a line. If the line is perpendicular to your eye, then that line will be appearing as a dot. So XY is a line, but in this case it is showing as perpendicular to your vision, so that the line XY will be appear as a dot. Okay, clear or not? If a line is perpendicular to your vision, then that line will be appeared as a dot. So you don't know whether it is a line or not. Same case in graphics and case idellam varunundu. If the vision is not perpendicular to your eye, then
if the vision is perpendicular to your eye, then that point will be appearing as a that line will be appearing as a point. So the XY is a line, but in this case it will be appearing as a dot. And in the second quadrant, both HP and VP, when plane rotates, both HP and VP will be above XY line. In the third quadrant, HP will be going up. So here, this distance is behind VP, and this is above HP. So above HP ആകുമ്പോൾ front view ആണ്. HP എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു all HP എന്ന് പറയുന്നത് front views ആണ്. Anything with respect to HP on VP, ആ VP യിൽ വരുന്നത് front view ആണ്. So it is named as A dash. So anything with respect to VP will be on HP. That HP യിൽ വരുന്നത് top view, that will be named as A. So here so this is where the point. So this is below HP, and this is behind VP. So anything with respect to VP will be on HP. So that's why this is A. VP യിൽ വരുന്ന സാധനമാണ്. VP യിൽ വരുമ്പോഴത്തേക്കും that will be front view. Anything with respect to VP will be on HP. So anything on VP is front view. Sorry, anything on HP is top view. HP യിൽ ഉള്ളതെല്ലാം top view, VP യിൽ ഉള്ളതെല്ലാം front view. So behind VP is on HP. Behind VP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ anything with respect to VP will be on HP. So that is A. ആ A എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിൽ നിന്നുള്ള ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഹൈറ്റ് ഡിഫറൻസ് അല്ല ഇത്. ഈ ലെങ്ത് ഡിഫറൻസ് പറയുന്നത് ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴാണ്. So അത് will be seeing on A, and that will be rotated towards the upper side. And below HP, this height distance can be seen from this side. So observer position will be always from the right side. Right side in nokumba, this is the height. So that means the right side means front view. Our front view height will be seen here as A dash. In the fourth quadrant, since plane is rotating in clockwise direction, both the A and A dash will be below XY line. Okay. So now, this is how we draw a figure. Extreme right side കാണുന്നില്ല. In a question, you will ask to write the answers. നിങ്ങളുടെ അടുത്ത് question ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ how you answer the question is like this. So this is how we write the answer. Not all these things we have studied earlier. നമ്മൾ മുന്നേ പഠിച്ച ഈ കാര്യങ്ങളൊന്നുമല്ല, ഇതൊന്നുമല്ല, just ഇത് മാത്രമേ നമ്മൾ കാണിക്കേണ്ട കാര്യമുള്ളൂ. That's why we studied the dimensioning. നമ്മൾ dimension പഠിച്ച എന്തിനാണെന്ന് മനസ്സിലായോ? This is how we mark the dimensions. And A and A dash എങ്ങനെയാണെന്നുള്ളത് നമ്മൾ A and A dash എന്തിനാണെന്ന് പഠിച്ചു. So if it is A dash, you have to understand it is a front view. If it is A, that means it is a top view. So a front view and top view is differentiated by its naming. And if it is A dash, that you have to understand that it is on VP. If it is A dash, you have to understand, if it is a dash name is there, you have to understand that it is on VP and it is a front view. So if it is a dash without dash name, then you have to understand that it is on HP and it is a top view. Adu ningal understand cheyanam. So this is the answer you have to draw for this particular question. Here particular question ningal answer cheyendathu idana. Okay, so it's a question is like this is a question, it's a simple question, it's the introduction part, not the actual problems that you are going to solve on your regular classes. This is a sample problem. This introduction classes, just you have to understand the concepts. For understanding the concept, these all are explaining here. So a point A 40 mm above HP
and 55 mm in front of VP. The question will be asking like this. This is the question. A 40 mm a line, sorry, a point A is 40 mm above HP and 55 mm in front of VP. So how we solve this problem? So this is for understanding the concept, since it is the first portion. So just to understand the concept, how we conceptualize this. So if it is above HP and in front of VP, you have to understand that this is in the first quadrant. If it is in the second quadrant, it is above HP and behind VP. If the point A is ഏത് ക്വാർട്ടറിലാണെന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ലേറ്റർ ക്ലാസ്സസിൽ പഴയ ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, we need some references to define anything. So if a person is sitting on behind your room, how we can define that person? There's a person sitting in next to that room or behind this wall. എന്നാ പറയാ, a person is sitting behind this wall. എന്റെ പുറകിലത്തെ റൂമിൽ ഒരാളുണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിലത്തെ അപ്പുറത്തെ റൂമിൽ ഒരാളുണ്ടെന്ന് പറയുന്നത്, person is sitting or person is there on behind this wall, അടുത്ത wall അല്ലെങ്കിൽ അടുത്ത റൂമിലോ ഉണ്ടെന്ന് നമ്മൾ പറയും. Like that, you have to understand that where that particular point is currently ഏത് പൊസിഷനിലാണ് അല്ലെങ്കിൽ ഏത് ക്വാഡ്രന്റിലാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. The graphics is defining all, referring everything with respect to the quadrants. So if we define, in this current case, a point A is above HP and in front of VP. From that, you have to understand that this point A is in the first quadrant. Otherwise, the questions will be different. So in this case, see this case, this is 10 mm above HP and 20 mm behind VP. That means the point A is 10 mm above HP and behind VP. That means it is in the second quadrant. If the point is in the third quadrant, it is below HP and behind VP. See this case, the point is in the below HP and behind VP. So you have to understand that in the fourth quadrant, the point will be 20 mm below HP and 40 mm in front of VP. So from the question itself, you have to understand that in which quadrant this particular points belongs. In the question, it will not be given that where it belongs. You have to understand from the given information. According to that, you have to understand that in which quadrant this particular points is belongs to. So from this information, from this information, that is 40 mm above HP and 55 mm in front of VP, you have to know that this is in the first quadrant. So first quadrant, next what we have to do is draw first. How we solve the problem is, you don't need to do all these things, just understand what I am going to do. First, draw a horizontal XY line at your book. Draw a horizontal XY line. Draw a horizontal line. So any distance, at any distance, 5 to 10 mm distance in length, draw a horizontal line, which that line should be parallel to your notebook, base of your notebook. Then mark where is the position of HP and VP with the in the first quadrant. First quadrant, VP will be above XY line. Mark it on the right side of the line, and HP will be below XY line. So this is the procedure of drawing this, solving this solution. Mark XY, draw a line which is parallel to your base of the notebook. Then mark X and Y on the both left and right side simultaneously respectively. Then mark position of VP. In the first quadrant, VP will be above XY line and HP will be below XY line. അതാണ് നമ്മൾ ഈ സ്ഥാനത്തിനകത്ത് ഇത് പറഞ്ഞില്ലേ. First quadrant, HP is above XY line and VP is HP is below XY line and VP is above XY line. നമ്മൾ പറഞ്ഞത് അത് വെച്ചിട്ടാണ്. അതേപോലെ ഇവിടെ മാർക്ക് ചെയ്യാം. On the right side, you have to mark all those things. Then at the center of this line, ഈ ലൈനിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യുക.
ആ ലൈനിന്റെ സെന്ററിൽ നിന്ന് ഡ്രോ വെർട്ടിക്കൽ ലൈൻസ്. എന്റെ ഇത് കറക്റ്റ് വെർട്ടിക്കൽ ഒന്നും ആയിരിക്കത്തില്ല, അത് വരയ്ക്കണമെങ്കിൽ ഞാൻ സ്കെയിലൊക്കെ എടുക്കണമല്ലോ. ഇത് സെന്റർ ആണെന്ന് അസ്യൂം ചെയ്തോളൂ കേട്ടോ. സോ ഡ്രോ ദ വെർട്ടിക്കൽ ലൈൻ. ഇനി ഈ വെർട്ടിക്കൽ ലൈനിൽ യു ഹാവ് ടു മാർക്ക് at 40 mm height, mark point A dash. So 40 mm എങ്ങനെ വന്നതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. The 40 mm means it is above XY line. So above HB, the 40 mm is above HB. So this 40 mm is here above HB, that can be seen here. So 40 mm എന്ന് പറയുന്നത് ഇതാണ്. ആ 40 mm ആണ് we are marking at here. Now draw a line to the right side. ഇതിന് ടച്ച് ചെയ്യണമെന്നില്ല, ഇങ്ങനെ മാറ്റി വരച്ചിട്ട് then നമ്മൾ ഡയമെൻഷൻ പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. അതായത് സോറി കറക്റ്റ് ആയിട്ട് വന്നില്ല. നമ്മള് കറക്റ്റ് ആയിട്ട് ആരോ ഹിറ്റ് എഴുതുക. ഇവിടെ ഒന്നെങ്കിൽ ഇങ്ങനെ മുകളിൽ എഴുതുക, ഇല്ലെങ്കിൽ സോറി 40 ആണ്. ബോർഡ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമായിരുന്നു. ഇതിപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെടും. ഫോർട്ടി ആണെന്ന് അസ്യൂം ചെയ്തോളൂ. സോ ദിസ് ഇസ് 40 എന്ന് നമ്മൾ ഇതുപോലെ എഴുതും, ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ എഴുതാൻ പറ്റും. സോ 40 mm above XY ലൈൻ നമ്മൾ A ഡാഷ് മാർക്ക് ചെയ്യുക. സോ ദിസ് ഇസ് above HB. Then it is 55 mm in front of VP. 55 mm in front of VP. So 55 mm in front of VP means from this up to this point, this is 55 mm. So this is 55 mm. That means that can be seen. That can be seen here. When the plane rotates clockwise, this HP rotates clockwise direction, that will become this one. So അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ 55 mm. Then mark a line directly below that at 55 mm below ഈ സാധനം വരയ്ക്കുക. So this will be in front of VP. അതായത് ഇവിടെ നമ്മൾ VPയും HPയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. Anything with respect to HP, VP will be on HP. Anything with respect to VP will be on HP. അല്ല ഇവിടെ നോക്കി, ഇത് VPയും ഇത് HP. ഇത് in front of VP ആണ്, ഇത് above HP ആണ്. So above HP will be on VP and in front of VP will be on HP. So നമ്മൾ സോൾവ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് സോറി എക്സും വൈയും മാർക്ക് ചെയ്യും. ഇനി ഡിസ്റ്റൻസ് ഒരു 5 to 10 mm then mark okay the center of that line. അവിടെ നിന്ന് 40 mm മുകളിലേക്ക് ഇവിടെ ഒരു പോയിന്റ്, 55 mm താഴേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. 40 mm മുകളിലുള്ള ആ പോയിന്റിന് name it as A dash and 55 mm below that point will be named as A and mark the dimensions. So when you draw the arrowhead, make sure that
the size is correct. So this is 55, this is 40. So arrowhead ne nammal innale padichayirunnu. It should be a closed arrowhead with size. This is 1 mm and this is 3 mm. 1:3. 1 mm to 3 mm അല്ല ഉദ്ദേശിക്കുന്നത് 1:3. അത് ഡിപ്പെൻഡ് ഓൺ ഈ ഫിഗറിന്റെ സൈസ് അനുസരിച്ച്. ഇത് കണ്ടോ, ഈ ഫിഗറിന് എത്ര ചെറിയ arrowhead ആണ് വരച്ചേക്കുന്നത്. സോ ഡിപ്പെൻഡ് അപ്പോൺ ദ ഫിഗർ ആണ് ഇത് വരയ്ക്കേണ്ടത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ PPT ഇന്ന് പഠിപ്പിക്കുന്ന ഈ PPT നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്നിട്ട് PPT ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തേക്കാം. നിങ്ങൾ എല്ലാവരും ഇന്ന് ഞാൻ ഈ പഠിപ്പിക്കുന്ന പ്രോബ്ലംസ് എല്ലാം ഒന്ന് ബുക്കിലേക്ക് വരയ്ക്കാൻ ശ്രമിക്കുക. ഇത് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. So if it is in the second quadrant, see in the second quadrant we know both HP and VP will be rotating. VP is fixed and HP is rotating in clockwise direction. So ഇവിടെ നമുക്ക് അറിയാം ഇത് second quadrant ആണെന്ന്. It is above HP and 20 mm behind VP. So behind VP means it is in the second quadrant, either in the second or third quadrant ആണെന്ന് അറിയാം. So above HP ആയതുകൊണ്ട് so it is in the second quadrant. So point B is here. It is 10 mm above HP. That means this above HP and 20 mm behind VP. So in this case both the rotation will be in same line. ഇതൊരു ഒറ്റ ലൈനിലാണ് നമ്മൾ മടക്കി കഴിയുമ്പോഴത്തേക്കും റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും that will be in a same line. So how we can draw is first draw the XY line, then mark VP and HP, then mark VP and HP, then 10 find out the midpoint of the line, draw a vertical line, total length 30 ആയിട്ട് വരുന്ന ഒരു midpoint line വരയ്ക്കുക. അതിനകത്ത് 10 mm total length 20, total height 20 and അതിന്റെ 10 mm നിങ്ങൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. that will be B dash. So above HP, 10 mm above HP, so that will be on VP. So since it is on VP ആയതുകൊണ്ട് തന്നെ that will be as A dash. So ഇവിടെ B അല്ലേ, അത് will be B dash and this will be B. So this is B dash and this is B. So 20 mm below behind VP will be on the top view. So അത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. So the next one, so this is in the third quadrant. So how we can understand this? This is 20 mm below HP and 25 mm below HP and 15 mm behind VP. So this matters. Below HP and behind VP matters. So below HP and behind VP means that should be in the third quadrant. So if it is in the third quadrant, 25 mm നിങ്ങൾ ഇത് വരയ്ക്കേണ്ട കേട്ടോ. നിങ്ങളുടെ നോട്ടിൽ ഇത് വരയ്ക്കേണ്ട ഈ ഒരു സാധനം മാത്രം വരച്ചാൽ മതി, ഈ ഒരു ഐറ്റം മാത്രം വരച്ചാൽ മതി. ഇത് വരയ്ക്കുകയേ ചെയ്യരുത്. ഇത് just for understanding, since it is the first class, just to understand the concept of this quadrant, it is given here. So first draw XY, then locate the center point, then draw vertical lines. On that line locate the points C and C dash, C and C dash. So this is the center point. So this is C. C എത്ര ഹൈറ്റിൽ വരയ്ക്കണം? So in the question it is given that it is 15 mm behind VP. 15 mm behind VP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is താഴേക്കുള്ളതാണ്. Sorry, from VP ഉള്ള ഡിസ്റ്റൻസ് ആണ്. So it is from VP 15 mm behind VP. That means it will be on HP. HP ലാണ് കാണേണ്ടത്. ഇവിടെ HP എന്ന് പറയുന്നത് XY ലൈനിന്റെ മുകളിലാണ്. So first mark HP and VP. ഇവിടെ വേണ്ട, ഇവിടെ മാർക്ക് ചെയ്താൽ മതി HP and VP. So HP and VP is HP is on above XY line and VP is below XY line. So
behind VP. That means it is on HP behind VP. So HP lolla ellathire nammal dash illada name cheyum. Then it is below 15 mm below HP. That is means it will be on VP below HP. So this is 25 mm and this is 15 mm. So അതാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. So this is the solution for this particular question. And for the case 4, this is the fourth one. So fourth case is it is in the fourth quadrant. How we understand that it is below HP and in front of VP. Below HP means XY line the താഴെ അല്ലെങ്കിൽ plane the താഴെ, and in front means plane the മുകളിൽ. So in front of VP and below HP. So below HP can be seen on VP. That means A dash. So D dash on. Sorry. So below HP means on VP. That means ഇവിടെ ഇത് തെറ്റാണ്. ഇത് തെറ്റിച്ചാ കൊടുത്തത്. ഞാൻ അതൊന്നും തിരിച്ചെടുത്തില്ല. Below HP അല്ലേ? Yes. So this is D dash. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണേ. This is D dash 20 mm below HP and ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അവർ തെറ്റിച്ചു കൊടുത്തത്. 40 mm in front of VP. ഇപ്പൊ ടോപ്പ് വ്യൂലാണ് നമ്മൾ ഈ 40 mm കാണുന്നത്. ഇവിടെ കറക്റ്റ് ആണ്. 40 mm in front of VP ആണ് ഇത്. So in front of VP can be seen on HP. HP ലുള്ളതിന് നമ്മൾ ഡാഷ് ഇല്ലാതെയാണ് നെയിം ചെയ്യുന്നത്. So that will be D here. 40 mm. So this is 40 mm and this is 20 mm. So this is how we draw the first quadrant problem, second quadrant, third quadrant, and fourth quadrant problems. Okay, so in the first quadrant, നമുക്ക് ഇനി പഠിച്ചിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഉണ്ട്. If a point is, ഇപ്പൊ നമ്മൾ റൂമിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ റൂമിൽ if I am standing in a room, then how we can define my foot position with respect to the graphics. If I am standing in my floor, how you can define my foot position with respect to our graphics planes. Assume I am sitting in the first quadrant, and I am standing in the first quadrant. Anybody, if I just understand that, assume that, I mean, or visualize that I am standing on the floor, and how you can define my foot position with respect to our graphics reference planes in the first quadrant. So first quadrant la nikkunna njan adayithu ee idana choichirikkunnu adayithu ee third figure inde A ennu parayuna position, I am the A position. I am standing on the floor. That means I am standing on HP, and I am in the first quadrant. How you can define my foot position? Anybody? അതിന്റെ ആൻസർ ആണ് മുകളിൽ കൊടുത്തേക്കുന്നത്. I am, or myself, or Benisa is standing on the floor on the HP and somewhat distance in front of VP. Correct ആണോ? കൺസെപ്റ്റ് കിട്ടിയോ? Yes, sir. Yeah. Yes, sir. So I am standing on HP and I am somewhat distance in front of VP. So അതേപോലെ പുറകിൽ നിൽക്കുകയാണെങ്കിലോ, if I am standing behind that VP on HP, I am standing behind that VP. So I am standing on HP and behind VP. എന്ന് പറഞ്ഞാൽ in which quadrant I belongs to? Second quadrant. Second quadrant. If I am in HP and below VP എന്ന് പറഞ്ഞാലോ, in HP and below VP. Sorry, behind VP. In HP and behind VP. Second quadrant. Third quadrant.
In HP Third quarter. and behind VP, that is third quadrant. Third one അല്ലേ sir? സംഭവം വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തലകുത്തി നിൽക്കുവാണ് ഞാൻ. HP ന്ന് ഫ്ലോറിൽ കാലും കുത്തി മറ്റേ മീഡിയ കുട്ടിച്ചാവരെ നിൽക്കുന്ന പോലെ ഫാനിന്റെ അവിടെ ഞാൻ കാലും വെച്ചുകൊണ്ട് താഴേക്ക് കുടുങ്ങി നിൽക്കുമെന്ന് പറഞ്ഞതാണ്. So in HP and behind VP means I am in the third quadrant. So like that we can define which quadrant that particular lines belongs to. So, but in HP means if it is in HP, its projection can be seen at XY line. That the point you have to understand. If I am in HP on the front view, my position can be seen only at XY line, right? If you are looking from the front view, my position will be, that means my front view will be on XY line, irrespective of I am standing on HP. HP will stand here and the front view projection will be on XY line. If I am standing in VP, or if a point A is in VP, its top view will be on XY line. So that is the thing you have to understand. How we draw it is the below figure. If a point A is in VP and above HP, that means this condition, it is in HP and above HP. If a point A is in HP and above HP, that means in the VP, the A dash will be at here, and in HP the top view will be on XY line. So you just understand these things. So this is the condition. A question: a point P is on VP and above HP. On VP and above HP means on HP on VP top view will be on VP. Top view will be on P and front view will be P dash. Top view will be on XY line and front view will be above. That is 2.5 centimeter. Centimeter this usually instead of that 25 centimeter 25 mm 2.5 centimeter question you have to mark it as 25 without unit. Question final figure units 25 mm 15 mm question we didn't write anything, or question measurement all dimensions measured in mm. So in HP and in VP will be like this. In VP and above HP will be like this, and in HP and in front of VP. So in front of VP, so this is the third quarter, second quadrant, below HP and on VP. Below HP and on VP means third quadrant, below HP and on VP. So VP will be above XY line, below HP. In 30 mm in front of VP and P is lying on HP. So first quadrant തന്നെയാണ് ഇങ്ങനെയും വരും. So ഇത്രയും നിങ്ങൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇത്രയും നിങ്ങളൊന്ന് ബുക്കിലേക്ക് വരയ്ക്കുക. ഞാൻ ഈ PPT ഷെയർ ചെയ്യാം, അതേപോലെ വീഡിയോ ഷെയർ ചെയ്യാം. ഞാൻ PPT രണ്ടിടത്ത് കറക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 4-1 ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിൽ ഒരു കറക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് താഴെയും ഡി ഡാഷ് എന്ന് പറയുന്നതാണ് മുകളിൽ. കറക്റ്റ് ആയിട്ട് നിങ്ങൾ വരയ്ക്കാം. നാളെ ഞാൻ റാൻഡം ആയിട്ട് ആരെങ്കിലും ബുക്ക് കാണിക്കാൻ പറയും. സോ എവറിബഡി ഹാസ് ടു ഡു ദിസ്. നിങ്ങൾ ആ വീഡിയോ ഞാൻ ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോ അയക്കാം. ആസ് വെൽ ആസ് PPT ഞാൻ ഡ്രൈവിലാക്കിയിട്ട് നമ്മുടെ മറ്റേ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറയില്ല, ആ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. ഇനി ഗ്രാഫിക്സിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യും. നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ തന്നെ കെമിസ്ട്രിയുടെ നോട്ടും BCയുടെ നോട്ടും എല്ലാ നോട്ടും നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ വരത്തില്ല. അപ്പം ഗ്രാഫിക്സിന്റെ നോട്ട് അതിനിടയ്ക്ക് മുങ്ങിപ്പോകും. അത് ഒഴിവാക്കാനായിട്ട് ഞാൻ എല്ലാം നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, ജസ്റ്റ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് now we'll go for the attendance. നിങ്ങൾക്ക് റോൾ നമ്പർ തന്നോ? ഓക്കെ, എന്നാ റോൾ നമ്പർ സൈബർ സെക്യൂരിറ്റി റോൾ നമ്പർ 1, 2, 3, 4,
Present, sir. 5. ഉണ്ട് സാർ. 5. Afzal, Ajit, ഉണ്ട് സാർ, ഉണ്ട്. ഉണ്ടോ? 6. Present, sir. 7. Present, sir. 8. Present, sir. 9. Present, sir. 10. Present, sir. 11. Ansel. Antia. Present, sir. Aramal. Ashley. Present, sir. Ashwin. Present, sir. Bipin. Present, sir. Devanandan. Devdattan. Present, sir. Okay, Devanandana. Present, sir. 19. Present, sir. 20. Present, sir. സർ 21. അഫ്സൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നേ, അവന്റെ മൈക്ക് പ്രോബ്ലം പോലും. Okay. 21. Sir. 22. Present, sir. 23. Present, sir. 24. Present, sir. 25. Present, sir. 25. Present, sir. 26. Present, sir. 28. Present, sir. 29. Present, sir. 30. Present, sir. 31. Present, sir. 32. Present, sir. 33. പ്രസന്റ് സർ. 34. Present, sir. 35. Shabna. Sir. Present, sir. 36. 36. Present, sir. 37. 38. 37 ഉണ്ട്, sir. 37 ഉണ്ട്. സിദ്ധാർത്ഥ ഉണ്ടോ? ഉണ്ട്. 38. Present. 39. പ്രസന്റ് സർ. Okay. 40. Present, sir. 41. Present, sir. 42. Present, sir. 43. ഉണ്ട്. അമൃത ആദ്യം ചോദിച്ചത്. Present, sir. Okay. Then Triply. Triply. 1. Sir. Sir. 2. Present, sir. 3. Present, sir. 4. Present, sir. 5. Present, sir. Okay. Triply. 1. Triply 1. Aishwarya. Sir, triple A അല്ല. Ah. Aishwarya. 2. Present, sir. 3. Present, sir. 4. Present, sir. 5. 6. Present, sir. 7. Present, sir. 8. 9. 9. Swarlaya. 10. Yadu. Present, sir. ഐശ്വര്യ ഉണ്ടോ? ഉണ്ടോ? ഐശ്വര്യ, സുഹിത, സ്വർലയ. ഉണ്ടെങ്കിൽ പറയാ.
Okay, then thank you. Thank you, sir. Thank you, sir. Thank you, Thank sir. you, sir.